ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുവാൻ സർവശക്തനായ ദൈവം വീണ്ടും ഇടയാക്കുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട പ്രേക്ഷകർക്കും കർത്തൃനാമത്തിൽ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങൾ. ഭക്ത കുടുംബങ്ങൾ, അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ എന്ന വിഷയത്തെപ്പറ്റി അല്പസമയം ചിന്തിക്കുവാൻ നമ്മൾക്ക് ഒന്നിച്ച് കർത്താവിൽ ശരണപ്പെടാം. തോബീത് എന്ന പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവഭക്തിയുള്ള കുടുംബജീവിതം, ശക്തമായ മാതാപിതൃത്വം, വിശുദ്ധമായ വിവാഹം എന്നിങ്ങനെയുള്ള ദൈവിക മൂല്യങ്ങളാണ്. തോബിയാസും സാറായും ദൈവഭക്തരായി മാറിയത് യാദൃച്ഛികമായല്ല. അവർ പ്രാർത്ഥനയും ശാസനയും നിറഞ്ഞ വീടുകളിൽ വളർന്നവർ ആയിരുന്നതുകൊണ്ടാണ്. 3 ദൈവഭക്ത കുടുംബങ്ങൾ, ഒരു ദൈവിക പ്രതിഫലം. തോബീത് പുസ്തകത്തിൽ നാം കാണുന്ന 3 കുടുംബങ്ങൾ, തോബീതും അന്നായും, രഘുവേലും എത്നായും, തോബിയാസും സാറായും. എല്ലാവർക്കും ഒരേ അടിസ്ഥാനം തന്നെ, ദൈവഭയം. ദൈവത്തെ സ്തുതിക്കുകയും അവൻ്റെ നാമം ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. തോബീത് 12:6. ദൈവഭക്തരായ മക്കൾ വീടുകളിൽ തന്നെ രൂപാന്തരപ്പെടുന്നു. തോബീത് തൻ്റെ മകനെ പഠിപ്പിച്ചത് ദൈവത്തെ ഓർക്കുക, 4:5. പാപം ഒഴിവാക്കുക, 4:5. ദാനം ചെയ്യുക, 4:7 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. വിശ്വാസത്തിൽ വിവാഹം കഴിക്കുക. ദാനിയേലിനെയും 3 യുവാക്കളെയും പോലെ തോബിയാസിനെയും സാറായെയും പോലെ ദൈവഭക്തരായ മക്കൾ ഉണ്ടാകുമ്പോൾ ലോകം മാറും. ദൈവം അവർക്ക് ജ്ഞാനവും ബുദ്ധിയും നൽകി. ദാനിയേൽ 1:17. വിവാഹത്തിന് ശേഷം തോബിയാസിൻ്റെയും സാറായുടെയും 3 ദിവസത്തെ പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടിയ മണവറ രാത്രികൾ. നിർമ്മലവും നിഷ്കളങ്കവും പരിശുദ്ധവുമായ തുടക്കം. തോബീത് 8:1 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് അത് കാണാം. വിവാഹരാത്രിയിൽ തോബിയാസും സാറായും ആദ്യം ചെയ്തത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. തോബിയാസ് സാറായോട്, എൻ്റെ സഹോദരി, നമുക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം. നമ്മോട് കരുണ ചെയ്യുവാനും ഈ രാത്രിയിൽ നമുക്ക് സമാധാനം നൽകുവാനുമായി നമുക്ക് അപേക്ഷിക്കാം എന്ന് പറഞ്ഞു. തോബിയാസ് തുടർന്ന് ഇങ്ങനെ പറഞ്ഞു: ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവേ, നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ നാമം എന്നേക്കും വാഴ്ത്തപ്പെട്ടതുമാകുന്നു. പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിക്കുകയും ഭാര്യയെ ഭർത്താവിൻ്റെ സഹായിയാക്കി തീർക്കുകയും ചെയ്തവൻ നീയാകുന്നുവല്ലോ. അവരിരുവരിൽ നിന്നും മനുഷ്യരുടെ സന്തതി ജാതമായി. ആദാം ഏകനായിരിക്കുന്നത് നന്നല്ല, അവനായി ഒരു തുണയാളിനെ സൃഷ്ടിക്കാമെന്ന് അവിടുന്ന് കൽപ്പിച്ചുവല്ലോ. കർത്താവേ, ഞാൻ ഇവളെ സ്വീകരിക്കുന്നത് വേശ്യാവൃത്തിക്കല്ല, ന്യായപ്രമാണ പ്രകാരമുള്ള കൽപ്പന നിറവേറ്റുവാനാകുന്നു. അവിടുത്തെ കൃപയാൽ വാർദ്ധക്യം വരെയും ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുമാറാകണമേ. അപ്പോൾ സാറ ആമേൻ എന്ന് പറഞ്ഞു. പ്രാർത്ഥനയോടുകൂടെയുള്ള തുടക്കം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഇല്ലാത്ത ജീവിത യാത്രയെ ദൈവം നമുക്ക് പ്രദാനം ചെയ്യുന്നു. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. സങ്കീർത്തനം 127:1 വാക്യം. ദൈവത്തെ ദൈവമായി തന്നെ മുൻപിൽ കണ്ട് ജീവിക്കുന്ന കുടുംബങ്ങൾക്ക് ദൈവം നൽകുന്നതായ ഫലങ്ങൾ സമാധാനം, അനുഗ്രഹം, സ്ഥിരത, നല്ല ഭാവി, തലമുറകളുടെ അനുഗ്രഹങ്ങൾ തുടങ്ങിയവയാണ് എന്ന് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. വിതച്ചത് കൊയ്യും, മനുഷ്യൻ വിതച്ചത് തന്നെ കൊയ്യും. ഗലാത്യ ലേഖനം 6:7. നമുക്ക് പ്രാർത്ഥിക്കാം. കൃപാനിധിയായ ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, പ്രയാസകരമായ സാഹചര്യങ്ങളിലും കുടുംബങ്ങൾക്ക് എങ്ങനെ അങ്ങയോടൊപ്പം ആയിരിക്കാം എന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്ന തോബീതിൻ്റെ പുസ്തകത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയിലും അച്ചടക്കത്തിലും അനുസരണത്തിലും അങ്ങയുടെ വചനത്തോടുള്ള സ്നേഹത്തിലും അധിഷ്ഠിതമായ ഭവനങ്ങൾ പണിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ, പഠിപ്പിക്കണമേ. അങ്ങയുടെ വഴികൾ മക്കളെ പഠിപ്പിക്കുന്ന ദൈവഭക്തിയുള്ള മാതാപിതാക്കളെ ഉയർത്തണമേ.
വിശുദ്ധിയോടും ആദരവോടും പ്രാർത്ഥനയോടും കൂടെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ യുവാക്കളെയും യുവതികളെയും ഒരുക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങൾ അങ്ങ് ആദരിക്കപ്പെടുന്നതും സമാധാനം വാഴുന്നതും തലമുറകൾ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതുമായ ഇടങ്ങളായി തീരുവാൻ സഹായിക്കണമേ. തോബിയാസിനെയും സാറായെയും പോലെ ഞങ്ങളുടെ കുടുംബങ്ങളും നന്മയിൽ ആരംഭിക്കുവാനും വിശ്വസ്തയോടെ നടക്കുവാനും വിജയകരമായി പൂർത്തിയാക്കുവാനും ഇടയാക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളെയും വിവാഹ ബന്ധങ്ങളെയും മക്കളെയും അങ്ങയുടെ ശക്തമായ വാത്സല്യകരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. യേശുവിൻ്റെ അതിശക്തമായ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവമായ കർത്താവ് സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആമേൻ. ഹല്ലേലൂയ.